ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്ന് ഉലകരുരപ്പത് സർവമോഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. പ്രപഞ്ചത്തെക്കുറിച്ച് പലവിധ ചിന്തകൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങളുടെയും ചിന്തകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ മനുഷ്യർ വൈവിധ്യമാർന്ന സിദ്ധാന്തങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ആശയസംഘർഷങ്ങളില്ലാതെ വ്യക്തതയും തെളിമയും കൈമുതലായുള്ള ഗുരു ഇക്കാര്യത്തിൽ ഭാരതത്തിന്റെ അദ്വൈത ചിന്തയെ തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ പ്രപഞ്ചമെന്നത് ആധാരമില്ലാത്ത ഒന്നല്ല. നാം കാണുന്ന അനുഭവിക്കുന്ന പ്രപഞ്ചം ഒരു കാരണത്തിൽ നിന്ന് ഉത്ഭൂതമായതാണ്. അതായത് ഈ ഉലകിന് പിന്നിൽ മറ്റൊരു സത്തയുണ്ട്. ഈ പ്രപഞ്ചമാണ് സത്യം, അതിന് കാരണമായി മറ്റൊന്നില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ ശരിയായ ഊഹം ചിന്ത ഇല്ലാത്തതിനാൽ ആണ്. നാം ഇവിടെ കാണുന്ന എല്ലാ വൈവിധ്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. കാരണമില്ലാതെ എന്താണ് സംഭവിക്കുന്നത്? പരമമായ കാരണത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുമായി ബന്ധപ്പെട്ടല്ലേ ഇവിടെ എല്ലാം നിലകൊള്ളുന്നത്. കാര്യമുണ്ടെങ്കിൽ അതിനു പിറകിൽ ഒരു കാരണവും ഉണ്ടാകും. കാരണത്തെ നമുക്ക് മനസ്സിലാക്കാനാകുന്നില്ല എങ്കിൽ അത് സ്വന്തം പരിമിതിയാണ്. സ്വന്തം പരിമിതിയെ സാധൂകരിക്കാൻ പലരും പറയുന്നത് കേട്ടതുകൊണ്ട് ആയില്ല. നാം കളിമണ്ണ് ഉപയോഗിച്ച് കുടം നിർമ്മിക്കുന്നു. ഈ കളിമണ്ണില്ല എങ്കിൽ നമുക്ക് എങ്ങനെ ഒരു മൺകുടം നിർമ്മിക്കാനാകും? അതായത് മൺകുടത്തിന് പിറകിലുള്ള കാരണം മണ്ണ് തന്നെയാണ്. മൺകുടത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നത് മണ്ണാണ്. അതുതന്നെയാണ് ഈ പ്രപഞ്ചകാര്യവും. ഈ പ്രപഞ്ചത്തിന് നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഒരു സത്തയുണ്ട്. രാത്രിയിൽ ഒരു പൂമാല കണ്ടിട്ട് അന്ധകാരമോ അജ്ഞാനമോ നിമിത്തം നമുക്കത് ഒരു നാഗമാണെന്ന് തോന്നുന്നു. ആകാരത്തിൽ രണ്ടും സമാനമാണ്. പക്ഷേ പൂമാല ഒരിക്കലും നാഗമാകില്ല. നാഗമാണ് എന്നുള്ള ചിന്തയാണ് പൂമാലയെ നാഗമായി കാണാൻ നമ്മെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ നാം തിരിച്ചറിയുന്നു അത് നാഗമല്ല, ചേതോഹരമായ ഒരു മലർമാലയാണ് എന്ന്. ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴുള്ള ആനന്ദം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് തന്നെയാണ് പ്രപഞ്ച കാഴ്ചയിലും നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ കാണുന്ന എല്ലാ വൈവിധ്യങ്ങൾക്കും പിറകിൽ ഒരൊറ്റ സത്ത മാത്രമേ ഉള്ളൂ. അത് ജളന്, അജ്ഞാനിക്ക് മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ശരിയായ സങ്കല്പം ഉണർന്നാൽ സത്യം എന്ത് എന്ന് തിരിച്ചറിയും. അപ്പോൾ മറ്റാരെങ്കിലും ഉരുവിടുന്നതിന് അനുസരിച്ച് ലോകത്തെ വിലയിരുത്തേണ്ടി വരില്ല.